ഇറാനിൽ ആരംഭിച്ച ഭരണകൂടത്തിനെതിരെയുള്ള സമരങ്ങൾ അവസാനിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഉള്ളത്. ഇറാനിൽ നിലവിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അവിടെ ഇപ്പോൾ നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ആണ്. എന്നാൽ സ്റ്റാർലിങ്കിനെ ഇറാൻ ജാം ചെയ്യുന്നുണ്ട്. അത് 80% വിജയകരമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ പോലും അത് ഉപയോഗിക്കുന്ന ആളുകൾ ആരാണ് എന്ന് ഇറാൻ ഇപ്പോൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ പിടികൂടുന്നുണ്ട്. അതുപോലെ അത് റിസീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെർമിനലുകളെല്ലാം പിടികൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിഗ്നലുകൾ ജാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്ന് ഇറാനിയൻ ഇന്റലിജൻസ് സേസ് ഇറ്റ് ഹാസ് അറസ്റ്റഡ് ടെററിസ്റ്റ് സെൽസ് ദാറ്റ് എന്റർഡ് ഇറാൻ ഫ്രം ഈസ്റ്റേൺ പാകിസ്ഥാന്റെ ഭാഗത്തിൽ നിന്നും കടന്നു വന്ന ഏതാനും ചില ടെററിസ്റ്റുകൾ. അവർ ആയുധങ്ങൾ അവരുടെ കൈകളിലുണ്ട്. അവർ അവിടെ പൊതുമുതൽ നശിപ്പിക്കുക, അതുപോലെ ആളുകളെ കൊല്ലുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആയുധവുമായി ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ച വിഭാഗത്തെയാണ് ഇപ്പോൾ ഇറാൻ സൈന്യം പിടികൂടിയിരിക്കുന്നത്, ഇറാന്റെ ഇന്റലിജൻസ് പിടികൂടിയിരിക്കുന്നത്. എന്നാൽ ഈ സമരം അവസാനിക്കുമോ എന്ന ആശങ്ക ഇസ്രയേലിന് നന്നായി ഉണ്ട്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ തന്നെ പത്രം ഹാരിറ്റേജ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇസ്രയേൽ ഇപ്പോൾ ഫേക്കായ അക്കൗണ്ടുകളിൽ നിന്ന് യൂസിംഗ് ഫേക്ക് അക്കൗണ്ട്സ് ആൻഡ് AI ജനറേറ്റ് കണ്ടന്റ് ടു പ്രൊമോട്ട് റസാ പഹ്ലവിയെ വീണ്ടും രാജപദവിയിലേക്ക് കൊണ്ടുവരാനെന്ന പേരുള്ള വ്യാജ കണ്ടന്റുകൾ ഫേക്ക് ID മുഖേന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ എന്നുള്ള വാർത്ത വരുന്നത് ഇസ്രയേലിന്റെ ഔദ്യോഗിക പത്രത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇതൊന്നും ഇസ്രയേലും അമേരിക്കയും ഉദ്ദേശിച്ച അർത്ഥത്തിലേക്ക് എത്തുന്നില്ല. കാരണം വളരെ ശക്തമായ ഇന്റലിജൻസ് ആണ് ഇറാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി ഒരു ആക്രമണം അയച്ചുവിടുന്നതിനെ കുറിച്ചാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക ഇറാനെതിരെ ഒരു ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഈ പ്രതിഷേധക്കാരെ കൊല്ലുന്നതിനെതിരെയാണ്, അതല്ലാതെ അവിടുത്തെയുള്ള ഗവൺമെന്റിന് എതിരെ അല്ല എന്ന രീതിയിലുള്ള പുതിയ ഒരു നീക്കവുമായിട്ടാണ് അമേരിക്ക രംഗത്ത് വരുന്നത്. എന്നാൽ അതേസമയം ഇറാന്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ശക്തമായ രൂപത്തിൽ ട്രംപിന്റെ ഈ വാർണിങ്ങുകൾക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഒരു വേദനാജനകമായ, ശത്രു ഒരിക്കലും ഓർത്തിട്ടില്ലാത്ത പെടുന്നനെയുള്ള ഒരു ശക്തമായ അറ്റാക്ക് പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ശത്രുവിന്റെ എല്ലാ താല്പര്യങ്ങളെയും എവിടെയാണെങ്കിലും, അത് ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ഞങ്ങൾ ആക്രമിക്കും. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിന്, ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാഷ്ട്രങ്ങളിലുള്ള സംവിധാനങ്ങളെയും ഞങ്ങൾ ആക്രമിക്കും. അത്തരം രാഷ്ട്രങ്ങളുടെ സംവിധാനങ്ങൾ പോലും, അതായത് ഞങ്ങൾക്കെതിരെ ഒരു എയർബേസ് പോലും അനുവദിച്ചു കൊടുക്കുന്ന രാഷ്ട്രങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരെയും അവരെ ഞങ്ങൾ ഒരു നിയമാനുസൃതമായ ടാർഗറ്റ് ആയിട്ട് കണക്കാക്കും. അവർക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഇറാന്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് US അമേരിക്ക അവരുടെ എല്ലാ പൗരന്മാരോടും വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഇറാനിൽ നിന്ന് നാടുവിടാൻ വേണ്ടി, ഇറാനിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇറാനുമായി സഹകരിക്കുന്ന ഏതൊക്കെ രാഷ്ട്രങ്ങളുണ്ടോ അവർക്കൊക്കെ 25% തീരുവ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല നീക്കങ്ങളുമായി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം ഇറാനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാനിലുള്ള പ്രതിഷേധക്കാരുടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അവരെ സഹായിക്കേണ്ടത് ഈ വീണ്ടും തീരുവകൾ വർദ്ധിപ്പിച്ച് ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടല്ല. നേരെമറിച്ച് അവരുടെ ഈ ഉപരോധം പിൻവലിച്ചാൽ തന്നെ ഇറാനിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. അതേ സമയത്ത് വീണ്ടും അവരെ ഞെക്കിക്കൊല്ലുകയും എന്നിട്ട് ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നത് കേവലം ഒരു ഇരട്ടത്താപ്പ് മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.